അടുത്തേക്ക് വന്നിനി ഏത് കടാപ്പുറം 12. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നിട്ട് കുഞ്ഞു ലൈഫിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചാൽ ഞാൻ അവിടെ നിന്ന് നിർത്തും കേട്ടോ. കാരണം അങ്ങനെ കാണിക്കുമ്പോൾ സത്യം ദേഷ്യം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഉച്ച എന്ന് വെച്ചാൽ 1:30 മണിയായിട്ടാ. ഞാൻ ഇന്ന് ഉറങ്ങി എണീച്ചതൊരു 11 മണിയാകുമ്പോൾ കേട്ടോ. പക്ഷേ അതിന് മുമ്പ് മേറാക്കി ഫീഡ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഞാൻ കുറച്ച് 11 മണി വരെ ഇടയ്ക്ക് ഇറങ്ങുന്നു കേട്ടോ. സത്യം ഭയങ്കര സന്തോഷമായി. ഞാൻ ഫോണിൽ സമയം നോക്കുമ്പോൾ ചില സമയത്തില്ലേ ടൈം നോക്കിക്കുമ്പോൾ 9 മണി 9:30 ഉണ്ടാവും. ഞാൻ 9:30 ആയിട്ടെന്ന് വിചാരിക്കും. കാരണം വെച്ചാൽ മുമ്പേ അവിടെ പെരക്കുണ്ടാകുമ്പോഴെല്ലാം ഇങ്ങനെ നേരം വൈകി എണീച്ചിട്ടില്ലേ. ഇപ്പം അങ്ങനെ നേരം വൈകി എണീക്കാത്തവരൊക്കെ ഭയങ്കര ബേജാറ് പോലെ. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രം അങ്ങനെ തോന്നുന്നു അറിയില്ലല്ലോ. പക്ഷെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി എണീക്കുന്നുണ്ടെങ്കിലും വയ്യ ഫുൾ കറക്റ്റ് എണീച്ചിട്ട് അപ്പുറത്തേക്കെല്ലാം ആ ഒരു എണീക്കാൻ വേണ്ടി എണീക്കുമ്പോൾ 11 മണി കണ്ടപ്പോൾ സത്യം ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. അപ്പോൾ ഇപ്പം കിച്ചണൊക്കെ ഫുള്ളും വൃത്തിയാക്കാനുണ്ട്, കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പം ഇപ്പോഴത്തെ പണിയാച്ച ഒന്ന് റൂം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ആദ്യം എനിക്ക് റൂം ജസ്റ്റ് ഒന്ന് അടിച്ച് റൂം ക്ലീൻ ചെയ്യുക. അങ്ങനെ ഒരു സ്ഥലം അടിച്ച് ഓരോന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമതില്ലേ കംഫർട്ട് നമ്മൾ പുറക്കുന്നുണ്ടല്ലോ, അതിൽ ഞാൻ എന്താണ് ബെഡ്ഷീറ്റ് വെച്ചാൽ അതിൻ്റെ മേലെ തന്നെ പിടിക്കും. ഇപ്പം അങ്ങനെ പിടിക്കാറില്ല. എന്താണ് കവാട്ടിൽ മടക്കി വെക്കും. എനിക്ക് രാത്രി ഉറങ്ങാനാകുമ്പോൾ പിടിക്കും. അങ്ങനെയാണ് ഇപ്പം ചെയ്യല്. അങ്ങനെ റൂം ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഇക്കാക്ക് ചോറ് എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഓൺ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നെ എന്താണ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പുറമാണെങ്കിൽ ഷെൻസു TV എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് എന്താണ് എല്ലാം വീഡിയോ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എടുത്ത് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടാണ്. ഈ ഒടുക്കത്തെ സ്റ്റോറേജ് ഫുൾ കാരണം ഇങ്ങനെ ലേറ്റായിപ്പോയി. അപ്പം നിങ്ങൾ ചിലപ്പം എൻ്റെന്നല്ല, ചിലപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെയിലും കാണുന്നത് ചിലപ്പം എല്ലാവരുതല്ല കേട്ടോ, അന്നന്ന് ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴോ എടുക്കുന്ന വീഡിയോ ആയിരിക്കും എൻ്റെ സ്റ്റാറ്റസും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചോറല്ല കേട്ടോ, കഞ്ഞിയായിരുന്നു കേട്ടോ, കഞ്ഞി ആക്കുന്ന കേട്ടോ, ചോറല്ല. അപ്പോൾ അതൊന്ന് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇക്കാക്ക് കൊടുക്കാം. ഇക്കാക്ക് കഞ്ഞിയും പുളിയും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പുളിയൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ പുളിയും വെള്ളം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കില്ലേ ഞാൻ ഈ കഴുകിയല്ല പുളിയും വെള്ളം ആക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് ഈ ബൗളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ അതിൽ കുറച്ച് അപ്പം ഇങ്ങനെ കുടഞ്ഞിട്ട് മറിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിൽ വെള്ളം കൊണ്ടുവന്ന് എനിക്ക് മറന്നു പോയിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മറിക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ മറന്നു. അതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചത്. അപ്പോൾ ഇതൊക്കെ പുളി വാങ്ങിച്ചുകൊണ്ട് ഞാൻ കേട്ടോ പുളിയും വെള്ളം ആക്കണം എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പുളിയും വെള്ളമൊക്കെ സെറ്റാക്കുന്നുണ്ട്. പക്ഷേ എനിക്കില്ലേ പണ്ടെന്ന് വെച്ചാൽ പുളിയും വെള്ളം അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇവിടെ മിഹ്റാൻ്റെ പ്രഗ്നൻസിയിൽ ലാസ്റ്റ് ടൈമൊക്കെ മധുരമാണ് ഇഷ്ടം. എരിവ് ഇഷ്ടമല്ല എന്നല്ല, പുളിയല്ല, എരിവ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മധുരമായിരുന്നു ലാസ്റ്റ് ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായത്. ഇപ്പോൾ എനിക്ക് അതുപോലെ തന്നെയാണ്. ഈ പൊതുവെ എനിക്ക് പണ്ടൊന്നും മധുരത്തിൻ്റെ ഈ ഐറ്റംസ് അങ്ങനെ വലിയ ഇഷ്ടമല്ലായിരുന്നു, ജിലേബി അങ്ങനത്തെ. പക്ഷേ ഇപ്പം ലഡു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രഗ്നൻസിയിൽ ലാസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ പുളിയും വെള്ളം അങ്ങനെ വലിയൊരു ഹരമില്ല എനിക്ക്. പക്ഷേ ഷെൻജൂനിലൊക്കെ പുളിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടായിട്ടോ, ഷെൻജൂൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക്. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോഴും എൻ്റെ ഒരു പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് ടൈം ഉണ്ടായ എൻ്റെ വായിലെ രുചികളൊക്കെ ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. അത്ര എന്താണെന്നറിയില്ല അങ്ങനെ. അപ്പോൾ ഇത് ഇക്കാക്കില്ല കഞ്ഞി നമ്മൾ വിളമ്പുന്നുണ്ട്. അപ്പോൾ പുളിയും വെള്ളം കഞ്ഞിയും റെഡി, നമുക്ക് ഇക്കാക്ക് കൊണ്ടുകൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മീറാനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷെൻസ് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് എന്ത് വീഡിയോയാണ് മോളെ, ഷെൻസ് ചോദിച്ച് എന്ത് വീഡിയോന്നൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മീറ കഞ്ഞി ഇങ്ങനെ നോക്കുന്നുണ്ട്, പാപം. അപ്പോൾ അടുത്ത മാസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഷെൻസുവിൻ്റെ മീഹുവിൻ്റെ സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ അവളോട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ അവളോട് നോക്കുമ്പോൾ ഞാൻ അവളോട് പറയും അടുത്ത മാസം തരുമ്പോൾ വായൊക്കെ തുറന്നാൽ മതിയെന്ന്.
പുളിവെള്ളം എന്ന് പറയില്ല, പുളിയും വെള്ളം. പുളിയും വെള്ളം നമുക്ക് നല്ല കഞ്ഞിയും. ഇന്നത്തെ ഉച്ച. അപ്പം ഇക്ക കഞ്ഞി കുടിച്ച് എല്ലാവരും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനും ഷെൻജു ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഷെൻജു നിൽക്കുക തലേന്നല്ല 2 ദിവസം മുമ്പാണ് മാറ്റം എന്താണ് ബീട്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഷെൻജുവിന് ബീട്രൂട്ട് കുറേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലെ ദിവസങ്ങളൊക്കെ രാവിലെ ഇങ്ങനെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉച്ച സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഫുഡൊന്നും ആക്കി കൊടുക്കാൻ പറ്റാറില്ല. ചിലപ്പം രാവിലത്തെ കറിയോ പത്തിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്, രാവിലെ വിടുന്നത്. അപ്പോൾ അങ്ങനെ ചോറായിട്ട് ചില സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. പക്ഷേ അങ്ങനെ വറുത്തിട്ട് കൊടുക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് എന്താക്കുക, അപ്പോൾ ഈ ശനി ഞായർ അങ്ങനെ ഉച്ചയ്ക്ക് മെയിനായിട്ട് ഫുഡ് ആക്കുന്നില്ല ഉച്ചയ്ക്ക്. അപ്പോൾ അതാ ഷെൻജുരി ഇതാ അങ്ങനെ ബീട്രൂട്ട് വറവൊക്കെ ആക്കി കൊടുത്ത കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ബീട്രൂട്ട് എൻ്റെ ഇടയിൽ ഷെൻജുരി ഉമ്മ മീൻ പൊരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാനും ഷെൻജു ഇതാ ഇവിടുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. ഷെൻജു സൂപ്പർ എന്നൊക്കെ ആക്കുന്നുണ്ട്. ഷെൻജുരി ബീട്രൂട്ട് വറവ് മാഷാല്ലാ ഭയങ്കര ഇഷ്ടമാണ്. ഈ വറവൊക്കെ അംഗൻവാടിയാണ് കേട്ടോ ശരിക്കും കൂട്ടാൻ പഠിച്ചത്. അപ്പോൾ ഇക്കാരെ ബാക്കി പുളിമ്പലുണ്ടായി, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുടിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ അങ്ങോട്ട് കുടിക്കണം എന്നൊരു പൂതിയൊന്നും ഇല്ല കേട്ടോ. പുളി ആക്കാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെ വയൊക്കെ പിടിക്കും, പക്ഷെ അങ്ങനെ കുടിക്കണം എന്ന് വലിയ പൂതിയൊന്നും ഇല്ല. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇന്നടുത്ത് പോവാന്ന് ഞാനങ്ങനെ എനിക്കെൻ്റെ മെയിൻ്റെനൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങനെ പ്ലാൻ ചെയ്യാറുമില്ല. സ്കൂളില്ലാത്ത ദിവസം ഇക്ക തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയും നമുക്ക് എവിടെയെങ്കിലും പോയാലോ, നമുക്ക് ബീച്ചിലൊന്ന് പോയിട്ട് ഇരുന്നാലോ എന്നൊക്കെ ഇക്ക തന്നെ ഇങ്ങോട്ട് ചോദിക്കൂട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് നമുക്ക് പോകാതെ ഞാൻ പറയാറൊന്നുമില്ല, പറയേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ ഒരു വീഡിയോ കൂടി ഇതിലുണ്ട് കേട്ടോ. റെഡിയോ വെറുതെ പോയിട്ട് അതുമാത്രമല്ല നമ്മുടെ മിഹ്റാൻ്റെ ഫസ്റ്റ് സ്കൂട്ടി റൈഡും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ മിഹ്റാൻ നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നത്. എനിക്കിങ്ങനെ ചെവിയിൽ കാറ്റടിക്കുക അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടായിന്. കാരണം ഷെൻജുവിനൊന്നും ഈ പ്രായത്തിലൊന്നും ഇങ്ങനെ സ്കൂട്ടിയിലൊന്നും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സാഹചര്യത്തോടും കുഞ്ഞുങ്ങളെ നമ്മൾ പൊരുത്തപ്പെടിക്കുക, അഡ്ജസ്റ്റ് ആക്കിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. കാരണം നമ്മൾ ഒട്ടും ഇങ്ങനെ എപ്പോഴും കാറിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ കാറ്റ് കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിനേക്കാൾ നല്ലത് എന്താണ് എല്ലാ സാഹചര്യങ്ങളോടും അതിനെ പൊരുത്തപ്പെടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ടായി കേട്ടോ. ഏത് കടാപ്പുറം? 12.